UDF തിരുവനന്തപുരത്ത് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ ഒരു സീറ്റ് കോവളം മാത്രമാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ 5-ലധികം സീറ്റ് 7 സീറ്റ് വരെ വിജയിക്കാമെന്നുള്ള കണക്കൂട്ടിലൊക്കെ ഉണ്ട്. അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി മുൻമന്ത്രി VS ശിവകുമാർ നമ്മോടൊപ്പം ചേരുന്നു. അരുവിക്കരയിൽ ഉറപ്പിച്ചു എന്നുള്ള മട്ടിലാണല്ലോ വിലയിരുത്തലൊക്കെ. ഉറപ്പാണ്, അരുവിക്കരയിൽ ഏറ്റവും നല്ല വിജയം ഉണ്ടാകും, നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കാരണം അവിടെ ഇപ്പോൾ ഏകദേശം 79% പോളിംഗ് നടന്നിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളും വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ എല്ലാ വിഭാഗത്തിൻ്റെ വോട്ട് എനിക്ക് ലഭ്യമാകും എന്നുള്ള പരിപൂർണമായ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് UDF ഉജ്ജ്വല വിജയം നേടും അരുവിക്കരയിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് ഈ തൊട്ടടുത്തടുത്ത മണ്ഡലങ്ങൾ ഇപ്പോൾ കാട്ടാക്കട, നെയ്യാറ്റിൻകരയിലേക്ക് സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്തവണ എല്ലാ തരത്തിലുള്ള ഇക്വേഷനുകളും അവിടെ അനുകൂലമായിരുന്നു. എല്ലാ തരത്തിലുള്ള ഇക്വേഷനും അനുകൂലമായിരുന്നു. അതിനകത്ത് മറ്റ് വിഭാഗീയമായ ചിന്തകളെക്കുറിച്ചല്ല, പൊതുവായി സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി UDFനെ പിന്തുണച്ചതാണ് അരുവിക്കരയിൽ കണ്ടത്. LDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ MLA 5 വർഷക്കാലം വളരെ പരാജയമായിരുന്നു. എത്ര സീറ്റ് വരെ പ്രതീക്ഷിക്കാൻ തിരുവനന്തപുരത്ത്? ഞാൻ DCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 9 സീറ്റ് UDFനുണ്ട്. ഈ പ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും. അത്ര നല്ല ട്രെൻഡാണ്. UDFന് അനുകൂലമായ ഒരു തരംഗമാണ്. അത് കേരളത്തിലെമ്പാടുമുണ്ട്, തിരുവനന്തപുരത്ത് അതുണ്ട്. അരുവിക്കരയിൽ വീണ്ടും G കാർത്തികേയന് ശേഷം അല്ലെങ്കിൽ ശബരിനാഥിന് ശേഷം വീണ്ടും UDFന്റെ MLA ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് VS ശിവകുമാർ. ക്യാമറമാൻ സജു മാനവും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.